ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ ഈ വണ്ടി ഇപ്പോൾ പണിതുകൊണ്ടിരിക്കണ ഈ മുതലിനെ കണ്ട ഈ വെള്ളക്കാരൻ ഒരു മെക്കാനിക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെക്കാനിക്കല്ല, എൻ്റെ ഫ്രണ്ടാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഫ്രണ്ടും അല്ല. പക്ഷേ ഒരു മനുഷ്യപ്പെട്ട് കാണിക്കുക എന്ന് പറയില്ലേ, ഒരു പരിഗണന, ഒരു സഹജീവിയോടുള്ള ഒരു പരിഗണന കാണിച്ചതിന് ആ മനുഷ്യൻ എന്നോട് തിരിച്ച് നന്ദി കാണിക്കണമെന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഞാൻ ഇതേപോലെ തന്നെ വണ്ടി രാത്രി വന്ന് സുഖമായിട്ട് ഓഫ് ചെയ്ത് മൂടി പോയിച്ച് കിടന്ന് ഉറങ്ങി. കാലത്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ വണ്ടി താക്കോലിട്ട് തിരിക്കുമ്പോൾ പിടിക്കുന്നതാവണമെന്നല്ലാണ്ട് ആ ക്രിക്ക് നല്ല സൗണ്ട് വരാമെന്നല്ലാതെ ഈ സാധനം സ്റ്റാർട്ടാവണില്ല. അങ്ങനെ ഞാൻ ജാക്കറ്റും സാധനമൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വണ്ടി അടിയെ പോയിട്ട് ഇലക്ട്രിക്കൽ പ്രോബ്ലം ആണെന്നൊക്കെ തോന്നി. അങ്ങനെ ഞാൻ തപ്പി പിടിച്ച് വന്നപ്പോൾ അതിൻ്റെ നമ്മുടെ സ്റ്റാർട്ടറിൻ്റെ മുമ്പിൽ സോളിനോയിഡ് എന്നൊരു സാധനമുണ്ട്. അതിൻ്റെ ഒരു കണക്ഷൻ പോയേക്കണ്ട, അത് തുരുമ്പ് പിടിച്ചിട്ട് അവിടെ നിന്ന് പൊട്ടിപ്പോയേക്കണ്ട. അപ്പോൾ അസുഖം മനസ്സിലായി. ഞാൻ മെക്കാനിക്കിനെ ഫോൺ വിളിച്ച് ഞാനങ്ങനെ ആളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നോക്കിയപ്പോൾ എൻ്റെ അപ്പുറത്ത് ഒരു വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ട്. നല്ല വണ്ടി എന്ന് പറഞ്ഞാൽ നല്ല പുത്തൻ വണ്ടി ഇട്ട കാൻവർത്തിൻ്റെ നല്ല പുത്തൻ സാധനം. അപ്പോൾ അതിൻ്റെ ഒരു കോഫി ബ്രൗൺ പോലത്തെ കളറൊക്കെയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഈ ചെയ്യണ വെള്ളക്കാരൻ്റെ ഗ്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഫുള്ളും മഴവില്ല. അപ്പോൾ ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവണേ നമുക്ക് പറയാൻ പറ്റില്ല. ഞാനപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ ഒരാൾ ഞാൻ വണ്ടിക്ക് ഇങ്ങനെ മുകളിലേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന ഒരാൾ ഇങ്ങനെ നോക്കണ്. ഈ ഇരിപ്പാണ്, അനങ്ങില്ല കേട്ടോ, അനങ്ങാപ്പാറാന്ന് പറയില്ലേ ഈ ഇരിപ്പ്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചിരിച്ചു കാണിച്ചു. ആളനക്കല്ല, ഇങ്ങനെ ഒരിക്കലും ആരെണ്ണം വണ്ടി നോക്കണങ്ങളെ പോലെ. കുറച്ചപ്പോൾ പുള്ളി ഇങ്ങനെ അപ്പോൾ ഞാൻ വെച്ചു ഇതെന്ത് സംഭവം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗ്ലാസ് വെച്ചിട്ട് പുള്ളി എന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങനെ താഴത്ത് നോക്കാമെന്ന് വെച്ചു. കുറച്ചപ്പോൾ പുള്ളി വീണ്ടും താന്നു. അപ്പോഴേക്കും മനസ്സിലായി പുള്ളി ഉറങ്ങാന്ന് മനസ്സിലായി. ഞാൻ പതുക്കെ ഡോറിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വന്ന് നോക്കി, വേറെ കുഴപ്പമൊന്നും കാണില്ല. പുള്ളി ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കണം. അപ്പോൾ മനസ്സിലായി പുള്ളി പവറിനെ പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് മനസ്സിലായി. അത്രയും ടയേർഡാ, അല്ലെങ്കിൽ ഇങ്ങനെ പൊസിഷൻ മാറുമ്പോൾ ആരെല്ലാം എനിക്കില്ല. അപ്പോഴേക്ക് എൻ്റെ മെക്കാനിക്ക് വന്നു. ഞാൻ എല്ലാം കാണിച്ചു കൊടുത്തു. പുള്ളി അവിടെ പണിക്ക് തുടങ്ങുന്ന സമയത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ വീണ്ടും ഞാൻ പതുക്കെ ഇയാളൊന്ന് ശ്രദ്ധിച്ചു. നമ്മൾ ഓട്ടം കണ്ടിട്ട് നോക്കി, കുഴപ്പമൊന്നുമില്ല ഇയാൾക്കെന്ന് നോക്കിയപ്പോൾ ഇയാളിങ്ങനെ വായേന്ന് ഇങ്ങനെ ഞോളയ്ക്ക് വന്നിട്ട് ഇങ്ങനെ വീണ്ടും ഇയാൾ ചെരിഞ്ഞിട്ട് ഏതാണ്ട് എന്താ പറയുക, ഫുള്ളായി അറ്റം മുട്ടിന്ന് പറയില്ലേ, അതേമാതിരി പുള്ളി ഇങ്ങനെ ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് പതുക്കെ പോയിട്ട് തട്ടയാളെ, കാരണം ഈ കിടപ്പ് എനിക്ക് ഒരു പന്തികേട് ഫീൽ ചെയ്തു എന്ന് പറയില്ലേ, അത്ര സുഖമല്ല കിടപ്പല്ല അത്. അപ്പോൾ ഞാൻ ഇയാളെ വിളിക്കണോ വേണ്ട എന്ന് വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ സ്റ്റെപ്പിൻ്റെ അവിടേക്ക് ഇങ്ങനെ കയറിയില്ല എന്ന് പറയില്ലേ, കാലെടുത്ത് വയ്ക്കുമ്പോഴേക്കും ഭാഗ്യത്തിന് ഈ മനുഷ്യനെ എഴുന്നേറ്റു. നിങ്ങൾ കുറെ കണ്ടല്ലോ, അത്യാവശ്യം സൈസൊക്കെ ഉണ്ട്. ഈ മുതൽ ഇങ്ങനെ ഏറ്റടി ഇരുന്നപ്പോൾ പെട്ടെന്ന് എന്നെ സൈഡിലുണ്ടപ്പോൾ പുള്ളി പെട്ടെന്ന് ഞെട്ടിന് ഗ്ലാസ് വാട്സപ്പ് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമല്ല, ഞാൻ കുറച്ച് നേരം അവിടെ നിൽക്കണേ, ഞാൻ എൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നീ പവറിനെ പഠിക്കാമെന്ന് മനസ്സിലായി, പക്ഷേ നീ വല്ലാണ്ട് ഇങ്ങനെ ചെരിഞ്ഞ് പോയപ്പോൾ നീ ബോധത്തിൽ തന്നെയല്ലേ ഇരിക്കണേ, നിനക്ക് വേറെ നീ ഓക്കെ അല്ലേ, മീൻ വല്ല കാർഡിയാക് അറസ്റ്റ് ഒന്നുമല്ലല്ലോ എന്നൊന്നും ഞാനൊന്ന് ശ്രദ്ധിച്ചതാണ് എന്ന് പറഞ്ഞു. നമ്മളൊക്കെ ട്രക്ക് ഓടിക്കുന്നതല്ലേ ബൈ എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ പുള്ളി നോക്കി പറഞ്ഞു, പുള്ളി ഗ്ലാസ് കയറ്റി അവിടെ ഇരുന്നു, വീണ്ടും സീറ്റിലിരുന്ന് 10 മിനിറ്റ്. ഞാൻ എൻ്റെ കാര്യം നോക്കി പോയി. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ പുള്ളി വണ്ടി ഇങ്ങനെ പുറത്തിറങ്ങി വന്ന് എൻ്റെ അടുത്തോണ്ട് പറഞ്ഞു, ഞാൻ അകത്തേക്ക് പോവാണ്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തിനാന്ന് ചോദിച്ചു. ഇല്ല ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഓൾറെഡി എല്ലാം ഉണ്ട്, ഓക്കെ താങ്ക്സ് ഒക്കെ പറഞ്ഞു. അപ്പം ഒന്ന് കോഫി അടിച്ചില്ല. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, നിങ്ങൾ കാര്യം നോക്കി പോയിക്കോ, ഇതൊന്നും നെവർ മൈൻഡാന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ പുള്ളി എന്നാലും ഓക്കെ ഐ അപ്രീഷിയേറ്റ് ഇട്ടെങ്കിൽ പറഞ്ഞിട്ട് പുള്ളിയെ പോയി. പുള്ളി തിരിച്ചു വന്നപ്പോൾ കാണുന്ന സീൻ എന്താണെന്ന് വെച്ചെങ്കിൽ, ഈ മെക്കാനിക്കുകൾ ഈ സാധനം എല്ലാം അയച്ചു വെച്ചിട്ട് ബാറ്ററിയുടെ അപ്പുറത്ത് ടെർമിനൽസ് ഉണ്ടല്ലോ, അത് ഒരു ടെർമിനൽ ഊരിയിട്ടാണ് അവർ ഈ സോളിനോയിഡുമത്തെ കണക്ഷൻ കാര്യങ്ങൾ ചെയ്യണം. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് പവർ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാനവിടെ എൻ്റെ വണ്ടിയുടെ കാര്യങ്ങളായിട്ട് നോക്കി നിൽക്കുന്ന സമയത്ത് ഇയാൾ വീണ്ടും ചോദിച്ചു, നീ കുറേ നേരമായി അവിടെ നോക്കി തന്നെ ചോദിച്ചു. ഞാൻ മനസ്സിൽ വിചാരിച്ചു തലക്കില്ല ഭ്രാന്തുണ്ട്, ഇതിപ്പോൾ ഉപകാരം ചെയ്ത് ഉപദ്രവോ കർത്താവേ. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, നീ പവറിനെപ്പാന്ന് മനസ്സിലായി, നിൻ്റെ ഗ്ലാസ് കാരണം എനിക്ക് കാണാൻ പറ്റില്ല, അപ്പം നീ ഇങ്ങനെ ലീനായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അങ്ങറ്റം വരെ എത്തിയിട്ട് നീ എനിക്കില്ല, അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പേടി തോന്നിയെന്ന് പറഞ്ഞു. ഓക്കെ എന്നിട്ട് പുള്ളി പറഞ്ഞു, കാനഡയാണ്, എല്ലാവരും ഭയങ്കര തിരക്കിലാണ്, ഒരാൾക്ക് പോലും സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മൈൻഡ് ചെയ്യില്ല. പക്ഷെ നീ അത് മെനക്കെട്ട് നിന്നല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് ഞാനവിടെ നിന്നേ വീണ്ടും.
അല്ലെങ്കിൽ ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാൻ പിന്നെ ഓക്കെ ഞാൻ പോയേനെ, ഞാൻ പുള്ളിയോട് പറയും ചെയ്തു. പക്ഷെ എന്നാലും പുള്ളി പറഞ്ഞു അല്ല നിന്നാലും അങ്ങനെ നോക്കിയില്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി പറഞ്ഞു എനിക്ക് നിനക്ക് എന്തെങ്കിലും ചെയ്തു തരണം. എന്നിട്ട് പുള്ളി പെട്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞു ഞാൻ ഈ ടെർമിനൽസും എല്ലാം ഒന്ന് അയച്ചിട്ട് ഒന്ന് സെറ്റപ്പാക്കി വയ്ക്കട്ടെ തിരിച്ചെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്ത് കാര്യത്തിനാ, ഒരു കുഴപ്പമില്ലാത്ത വണ്ടി അയക്കേണ്ട എന്ത് കാര്യം എനിക്ക്. അല്ല ഇതുമ്പോൾ കുറച്ച് മറ്റേ പച്ച കളർ ക്ലാവൊക്കെ ഉണ്ട്, ഞാൻ എല്ലാം സെറ്റാക്കി തരാം, ഗ്രൈൻഡ് ചെയ്യാൻ പിടിപ്പിക്കാം, നീ പേടിക്കണ്ട, ഞാൻ എല്ലാം പെർഫെക്റ്റ് ആക്കി തരാമെന്ന് പറയല്ല. പുള്ളി ഇതൊക്കെയും പറഞ്ഞു നേരെ പുള്ളിയുടെ വണ്ടി പോയിട്ട് ബാങ്കിന്ന് ഒരു ലോഡ് ടൂൾസ് എടുത്തിട്ട് വരവാ. നേരെ വന്നു എല്ലാം അയച്ചു. അപ്പോഴേക്കും മെക്കാനിക്ക് എന്തേലും ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല പുള്ളി ജസ്റ്റ് ആ ടെർമിനൽസ് ഒന്ന് ക്ലീൻ ചെയ്യാനാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം എൻ്റെ മനസ്സിലെന്ന് ഇത് കോളാക്കിയാലും കുഴപ്പമില്ല, മെക്കാനിക്ക് നിൽക്കണ്ടല്ലോ, അവരത് ശരിയാക്കിയോളും ആ ഒരു ഇതിലാ. കാരണം അവൻ്റെ ഒരു ആവേശം കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്നുള്ളത്. പുള്ളി അവിടെ ഇരുന്നു. അപ്പം ആദ്യം ഞാൻ വിചാരിച്ചു ടൂൾസേയും കൊണ്ടുവരും ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചേ. പുള്ളി വന്ന് നേരെ എല്ലാം പിടിച്ചു ചക്ക പറഞ്ഞിട്ട് ഒരച്ച് കുട്ടപ്പനാക്കി. ഏത് ഒരു വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ചെയ്യണേക്കാട്ടും ഇരട്ടി പെർഫെക്ഷനിൽ ആത്മാർത്ഥമായിട്ടെന്ന് പറയില്ലേ അത് ചെയ്ത് അത് വെച്ച് ആ സ്പ്രേ അടിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി കുലുക്കിയിട്ട് പറഞ്ഞു പകുതി ഉണ്ട് നീ വെച്ചോന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട പോയി, നീ ഇത്രയും നീ ചെയ്താൽ ഏറ്റവും വലിയ കാര്യം ഞാൻ നേരിട്ടെന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ ഇല്ല നീ ഇത് പിടിച്ചോ, നീ വെച്ചോ, നീ ഇത് ഇടയ്ക്കൊന്ന് മാസത്തിലൊരിക്കൽ അടിച്ചു കൊടുത്താൽ മതി, നല്ല ഉഷാറായിട്ടിരിക്കും. ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, എനിക്ക് എൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് ഞാനിത് മേടിച്ച് അടിച്ചോളാം, നീ വെറുതെ ചെയ്യല്ലേ, ഓവറാക്കിയിട്ട് നീ എന്നെ ബുദ്ധിമുട്ടിലാക്കല്ലേ എന്ന് പറഞ്ഞു ഞാൻ. ഓക്കെ എന്നും പറഞ്ഞു. ഞാൻ അവസാനം ചോദിച്ചു നിൻ്റെ പേരെന്താന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ പറഞ്ഞു അപ്പോൾ ഞാൻ ഇവൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ട് അത് നമ്മുടെ പ്രേക്ഷകരെ കാണിക്കേണ്ടാണല്ലോ എന്ന്. ഉടനടി ഞാൻ പറഞ്ഞ ഒരു യൂട്യൂബറാണ് വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞു. വൈനോട്ടോ എടുത്തോ എന്ന് പറഞ്ഞു. അവനൊന്നും വിഷയമല്ല. പുള്ളി ആയിരിക്കും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു നിൻ്റെ പേരെന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ പേര് അറിഞ്ഞിട്ടല്ലല്ലോ നീ അവിടെ എന്നെ നോക്കിയിരുന്നേ, നീ പോലീസിനെ 911 വിളിക്കാൻ പോയത് എൻ്റെ പേര് അറിഞ്ഞിട്ടല്ലല്ലോ, അതുകൊണ്ട് പേര് അറിയേണ്ട ആവശ്യമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ എന്ന് പറഞ്ഞ് പുള്ളി പോയി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോൾ പുള്ളിയുടെ വണ്ടിയുടെ ബ്രേക്ക് പോയി. അത് പണ്ടാറ ലീക്ക് വർക്ക് ചെയ്യില്ല, എൻ്റെ മാക്സി പോയി, ബ്രേക്ക് ചാമ്പറില്ലേ അതിന് ലീക്കായിട്ട് അത് എടുക്കണില്ല. അപ്പോൾ മെക്കാനിക്ക് നിൽക്കുന്നതുകൊണ്ട് ആ പുള്ളി കയ്യോടെ കാര്യം പറഞ്ഞു. അവർ ആ സാധനം എന്താ പറയുക മാറ്റം പിടിക്കലായിട്ട് പുള്ളി അവിടെ തുടങ്ങി, അവരുടെ പണി തുടങ്ങി. എൻ്റെ എല്ലാം കഴിഞ്ഞു. ഞാൻ അവസാനം ഈ പേരറിയാത്ത സുഹൃത്തിനോടെ ഒരു ബൈ പറഞ്ഞ് ഒരു ഷേക്ക് ഹാൻഡും കൊടുത്ത് ഓൾ ദി ബെസ്റ്റും പറഞ്ഞിട്ട് ഞാൻ വണ്ടി എടുത്ത് പോയി. അപ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, നമ്മുടെ നാട്ടിൽ പറയില്ലേ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയൂലേ, നമ്മൾ നെഗറ്റീവായിട്ട് പറയണേ, അതായത് പണി കൊടുത്താൽ പണി തിരിച്ചു കിട്ടുന്ന, പക്ഷെ നല്ലത് കൊടുത്തു കഴിഞ്ഞാലും നല്ലത് വരും. അപ്പോൾ നമ്മളിപ്പോൾ വലിയ നന്മമാരാണ്, ഞാൻ നന്മകൾ മാത്രം ചെയ്ത് കടന്നു പോകുന്നതിന് അങ്ങനെയൊന്നുമില്ല. എന്നെ അറിയാവുന്നവർക്ക് ശരിക്കും അറിയാം, ഞാൻ നല്ല അറാമ്പറപ്പിൻ്റെ ആളാണ്. നമ്മളൊരു സാധാരണ മനുഷ്യൻ തന്നെയാണ്, എല്ലാവിധ അഭ്യാസങ്ങളും നമ്മളിലുണ്ടെന്ന്. പക്ഷെ ഞാൻ പറയാൻ വന്നത് നമ്മൾ ജോലി സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ റോട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു കുടുംബ ബന്ധത്തിലാണെങ്കിലും കൂട്ടുകാരന്മാരുടെ ഇടയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ പാലിക്കേണ്ട കുറച്ച് മാന്യതകളുണ്ട്, നമ്മൾ കാണിക്കേണ്ട കുറച്ച് സൈലൻസുകളുണ്ട്, കുറച്ച് ചിരികളുണ്ട്. ചിരി പറയുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവൻ വർക്ക് ചെയ്യുന്ന ഒരു വെള്ളക്കാര കമ്പനിയിലാണ്, ഒരു 2-3 മലയാളീസുള്ള ആ കൂടി. അവിടെ ഇവൻ്റെ പ്രത്യേകത എന്താ വെച്ചെങ്കിൽ ആരെ കണ്ടാലും നല്ല അടിപൊളി ചിരിയാണ്. പക്ഷേ ഈ വെള്ളക്കാരൊന്നും പിന്നെ മൈൻഡ് ചെയ്യില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മുടെ ആൾക്കാരെ കണ്ടുകഴിഞ്ഞാൽ ഒരു ഓടിക്കണ അവസ്ഥയാണ്. അപ്പോൾ നെവർ മൈൻഡാ. അപ്പോൾ ഇങ്ങനെ നിൽക്കും. അപ്പോൾ എന്താ പറയുക ബാക്കിയുള്ളവർക്കും മലയാളികളൊന്നും പിന്നെ മൈൻഡ് ചെയ്യില്ല ഈ വെള്ളക്കാരൊന്നും. ഇവൻ്റെ അടുത്തുണ്ടല്ലോ ഇവരൊക്കെയും വരും, സംസാരിക്കും, സിഗരറ്റും വലിക്കും, അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കും. സംഭവം എന്താണെന്ന് വെച്ചെങ്കിൽ ഇവൻ ആരെ കണ്ടാലും ചിരിക്കും. ഇവൻ ചിരിച്ചിട്ട് അവർ മൈൻഡ് ചെയ്യില്ലല്ലോ. ഇവൻ്റെ ചിരി എന്നുള്ള കർമ്മം ഇവൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 5 ദിവസമായി 6 ദിവസമായി ചിലപ്പോൾ ഒരാഴ്ച, അതിനുള്ളിൽ ഈ ആൾക്കാരോട് സംസാരിച്ച് സെറ്റായി അവർ കമ്പനിയായി. വല്ലാണ്ട് കമ്പനിയൊന്നും ഇല്ല, കാണുമ്പോൾ ഒരു ഹൈവേ ബന്ധമുള്ളൂ. പക്ഷെ അവർ ചിരിച്ചു കഴിഞ്ഞാൽ അവർ തിരിക്കണ അവസ്ഥയ്ക്ക് കൊണ്ട് എത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചില നോട്ടങ്ങൾ, ചില ചിരികൾ ഇതൊക്കെയും മറ്റ് പലരിലും നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തേക്കും പറ്റാവുന്ന രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഹാപ്പി ആയിട്ട് കടന്നു പോവുക. അപ്പോൾ ഞാൻ പലപ്പോഴും ആയിരിക്കും റോട്ടിലേക്കും ഹൈവേയിലും നമ്മൾ ഓടിക്കുമ്പോൾ വേറെ വണ്ടിക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, ഓരോ കച്ചറ കാണിക്കാൻ എടുത്തിട്ട് പെട്ടയ്ക്കാൻ തോന്നും നമുക്ക്. പക്ഷെ എന്ത് ചെയ്യുക, നിവൃത്തിയില്ല. അപ്പോൾ അടുത്ത ചിന്ത കയറി വരും, എന്തിനാ ജയിച്ച വെറുതെ. അടുത്ത എക്സിറ്റിൽ പുറത്തേക്ക് ഹൈവേയിൽ നിന്ന് പുറത്തേക്ക് ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അവൻ പോവും, പിന്നെ ലൈഫിൽ കണ്ടില്ല എന്ന് വരും ഞങ്ങൾ തമ്മിൽ. ഇതിനു വേണ്ടി BP കൂട്ടിയിട്ട് ഞാൻ എൻ്റെ വണ്ടി നാശാക്കണോ, അല്ലെങ്കിൽ നമ്മുടെ നല്ലൊരു മൂഡ് കളയണോ? വേണ്ട, വിട്ടേക്കാം. മാക്സിമം അങ്ങനെ ചെയ്യും. പിന്നെ വേറെ നിവൃത്തിയില്ലെങ്കിൽ നമ്മുടെ
ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ അവതാര പുരുഷൻ അങ്ങോട്ട് എൻ്റെ പണി തുടങ്ങും. അപ്പോൾ ഇത്രയുള്ള കാര്യം നല്ലത് ചെയ്യുക, നല്ലത് എല്ലാവരും ചെയ്യുക, ആരും മോശമാക്കണ്ടെന്ന് പറയില്ലേ. മാക്സിമം നന്മകൾ അങ്ങോട്ട് ചെയ്തിട്ട് അങ്ങോട്ട് നന്മ നിറഞ്ഞ ഒരു സെറ്റപ്പാണ് നമ്മുടെ സ്വപ്നം. നമ്മുടെ കീനാശ്ശേരി കണ്ട സ്വപ്നം എന്ന് പറയില്ലേ, അതേമാതിരി. കേട്ടാ. അപ്പോൾ ശരി, കാണാം, വീണ്ടും കാണാം. ഓക്കെ.